അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ജെറാർഡ് ആർട്ട്ഫോർഡിലുണ്ടായ തീക്ക് കാരണം ഇറാന്റെ മിസൈലുകളാണെന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കൃത്യമായി സമ്മതിച്ചിരിക്കുകയാണ്. 17 ഭാഗങ്ങളിൽ നിന്നാണ് ഇറാൻ ഞങ്ങളുടെ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. ഞങ്ങൾ അവിടെ കപ്പൽ സംരക്ഷിക്കുകയല്ല, ഞങ്ങളുടെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോയിലാണ് ഈ കാര്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. We were ready. He said we were ready, and then they hit us, and they came from 17 different angles. They were here, they were there. We ran for our lives. It was over, and it was. 17 ആംഗിളിൽ നിന്ന് ഇറാൻ ഒരുമിച്ചായിരുന്നു ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അപ്പോൾ ബാത്റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മുഖേനയാണ് കപ്പലിൽ തീ ഉയർന്നത് എന്നത് പച്ചക്കള്ളം പറഞ്ഞതായിരുന്നു. അമേരിക്കക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ, ലോകത്ത് ഇല്ലാത്ത വിജയം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ നടത്തിയ പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇറാന്റെ ശക്തമായ ആക്രമണം കടലിൽ മാത്രമല്ല അമേരിക്കക്ക് പ്രഹരമുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക തന്നെ സമ്മതിക്കുന്നു, ആകാശത്തും ശക്തമായ അടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എ സ്പോക്സ് പേഴ്സൺ ഫോർ US സെൻട്രൽ കമാൻഡിന്റെ സെൻകോമിന്റെ സ്പോക്സ്മാൻ ആണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മൾട്ടിഫുട്ട് റീഫില്ലിംഗ് എയർക്രാഫ്റ്റ് ആൻഡ് E3 സെൻട്രി അവാക്സ് കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലെയിൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആകാശത്ത് വെച്ച് മറ്റു യുദ്ധവിമാനങ്ങൾക്ക് എണ്ണ നിറക്കുന്ന ടാങ്കറാണിത്. ഇതുപോലുള്ള ധാരാളം ടാങ്കറുകൾ തകർന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലാണ്. എന്നാൽ അതിലേറെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആക്രമണമാണ് ഇറാൻ നടത്തിയത്. E3 സെൻട്രി അവാക്സ് എന്നറിയപ്പെടുന്നത്. കാരണം ഈ വിമാനത്തെക്കുറിച്ച് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലെയിൻ ആണെന്നാണ് പറയുന്നത്. ലോകത്ത് അപൂർവം എണ്ണ മാത്രമാണ് ഇങ്ങനെയുള്ള യുദ്ധവിമാനം ഉള്ളത്. ഇതിന്റെ പ്രത്യേകത, ആകാശത്ത് വെച്ച് നമുക്കറിയാം യുദ്ധങ്ങൾക്കെല്ലാം ഒരു കൺട്രോൾ റൂം ഉണ്ടാവും, വാർ കൺട്രോൾ റൂം. എന്നാൽ അത് ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നൽകുക, ആ യുദ്ധത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു യുദ്ധവിമാനമാണ്. ഇതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം ഇത് ഈ വിമാനത്തിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ റഡാർ സംവിധാനങ്ങളാണ് ശത്രു രാഷ്ട്രങ്ങളിലുള്ള ലക്ഷ്യങ്ങൾ അതാത് സമയത്ത് യുദ്ധവിമാനങ്ങൾക്ക് കൈമാറാനും ഈ യുദ്ധവിമാനങ്ങളുടെ എല്ലാം ലക്ഷ്യങ്ങൾ ക്രോഡീകരിച്ച് വിമാനങ്ങൾക്ക് പാസ് ചെയ്യുക, അതുപോലെ ഓരോ സമയത്തും യുദ്ധത്തിലുണ്ടാകുന്ന ഓരോ നീക്കങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ വിമാനമാണ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു യുദ്ധവിമാനമാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ വെച്ച് ഇറാൻ തകർത്തിരിക്കുന്നത് എന്നാണ്. ആകാശത്ത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ കടലിൽ നമുക്കറിയാം, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ സമ്മതിക്കുകയാണ്, ഞങ്ങൾ ജീവൻ കൊണ്ടോടുകയായിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ. 17 ആംഗിളിൽ നിന്ന് ഒരുമിച്ചാണ് ഇറാൻ ആക്രമിച്ചത്. അതുകൊണ്ടാണ് ജെറാർഡ് ആർട്ട്ഫോർഡിന് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം ഒരു ഭാഗത്ത് മാത്രമല്ല ആക്രമണം ഉണ്ടായത്. കാരണം ഒരു ഭാഗത്തു നിന്ന് മാത്രമാകുമ്പോൾ ഒരു പക്ഷേ അതിനെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടുക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ 17 ആംഗിളിൽ നിന്ന് ഒരുമിച്ച് വന്നപ്പോഴാണ് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയാകുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചത് 30 മണിക്കൂർ സമയം ഈ തീ അണക്കാൻ വേണ്ടി, ഈ വിമാനവാഹിനി കപ്പലിന്റെ തീ അണക്കാൻ വേണ്ടി അമേരിക്കൻ സൈനികർ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അത് അണക്കാൻ സാധിച്ചത് എന്നാണ്. ഇപ്പോൾ അത് പൂർണ്ണമായും ഉപയോഗശൂന്യമായിരിക്കുന്നു. ഇപ്പോൾ ഈ വിമാനവാഹിനി കപ്പൽ അമേരിക്കയിലേക്ക് തന്നെ തിരിക്കുകയാണ്. ഈ അടുത്തൊന്നും അത് മെയിന്റനൻസിലൂടെ ക്രമപ്പെടുത്താനോ ശരിപ്പെടുത്താനോ കഴിയില്ല എന്നതാണ് വരുന്ന വാർത്ത. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സൈനികർ കരസേനയ്ക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി. ധാരാളം സൈനികർ അതിൽ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കരയിലും കടലിലും ആകാശത്തിലും ഒരുമിച്ച് ഇറാൻ അമേരിക്കയെ വെച്ച് പൂട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ഇപ്പോൾ വെടിനിർത്തൽ വേണം, ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം. പക്ഷേ ഇറാൻ പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലും ആയിരിക്കും, പക്ഷേ അവസാനിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത്.